iCloudലെ സ്റ്റോറേജ് എങ്ങനെ ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ iCloudലെ ഫോട്ടോസും വീഡിയോസും എങ്ങനെ കാണാം, ഡൗൺലോഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം എന്നെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആരും പറഞ്ഞു തരാത്ത ട്രിക്കാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി. പിന്നെ നിങ്ങളുടെ ഐഫോൺ കേടായതോ കളഞ്ഞു പോയതോ ആണെങ്കിൽ പോലും അതിലെ iCloudലെ ഫോട്ടോസും വീഡിയോസും ഈസിയായി എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇറ്റ്സ് മീ മല്ലു ബ്രോ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. സോ ആദ്യം തന്നെ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആൻഡ്രോയിഡിലോ PC-യിലോ ഐഫോണിലോ ഏതിലായാലും മതി. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ദെൻ iCloud എന്ന് സെർച്ച് ചെയ്യുക. iCloud എന്ന് സെർച്ച് ചെയ്തിട്ട് ആദ്യം കാണുന്ന ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുക. അങ്ങനെ നമ്മൾ iCloud.com എത്തിയിട്ടുണ്ട്. ഇവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കിവിടെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് iCloudലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണോ PC-യോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങളുടെ ആപ്പിൾ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ 2-factor authenticationൻ്റെ കോഡ് നിങ്ങളുടെ ഐഫോണിൽ പോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അഥവാ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ഇല്ല, കളഞ്ഞു പോയതോ കേടായതോ ആണെന്നുണ്ടെങ്കിൽ അൺഎബിൾ ടു ആക്സസ് മൈ ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോൾ ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ OTP വരുന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ദെൻ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ iCloud നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ iCloudൽ സ്റ്റോർഡ് ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ തന്നെ കാണാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോസ് ചൂസ് ചെയ്യാം, വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് കൊടുത്തു. ഇപ്പോൾ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് ക്ലിയർ ആവില്ല. കാരണം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അതെടുക്കുക. ഇവിടുന്ന് കൂടി ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്റ്റോറേജ് ക്ലിയർ ആവുകയുള്ളൂ. സോ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ iCloud സ്റ്റോറേജിൽ ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും കിടപ്പില്ല. എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറെ കുറച്ച് ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഡ്രൈവ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവും ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്രയും പറഞ്ഞു തന്നതിന് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ദെൻ ആഡിയോസ്. Subscribe and like.